ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ജയസൂര്യൻ സർ പുറത്തുവരുന്നത്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പല രാജ്യങ്ങളും ഇറക്കുമതി തീരുവയും താരിഫും ഒക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ തീരുവ കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുക വഴി നമ്മുടെ രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ എന്ത് ആശയമാണ് ഇന്ത്യ അവതരിപ്പിക്കുന്നത്? ഇന്ത്യയിലേക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ 110% നിന്ന് കേവലം 15% കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതായി അറിയുന്നു. ഇന്ത്യയിലെ വാഹന വ്യവസായ രംഗത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലും വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന നിർണായകമായ ഒരു തീരുമാനമാണ് ഇത്. പക്ഷെ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, വിദേശ കുത്തകകൾക്ക് മുമ്പിൽ, മുതലാളിത്തത്തിന് മുമ്പിൽ കീഴടങ്ങിയതല്ലേ എന്ന്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോഴാണ് വസ്തുത എന്താണെന്ന് മനസ്സിലാവുക. ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന വിദേശ രാജ്യത്തെ കമ്പനികൾ ആദ്യമായി ഇന്ത്യയിൽ അവരുടെ സ്ഥാപനം, അവരുടെ പ്ലാന്റ് തുടങ്ങുമ്പോൾ 4150 കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്ക് നടത്തിയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ നിബന്ധന. അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധന, ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ 2500 കോടി രൂപയുടെ വിൽപ്പന ഇന്ത്യയിൽ നടത്തിയിരിക്കണം. 4ാമത്തെ വർഷത്തിൽ അത് 5000 കോടി രൂപയുടെ വിൽപ്പനയാക്കി വർദ്ധിപ്പിക്കണം. 5ാമത്തെ വർഷത്തിൽ അത് 7500 കോടി രൂപയുടെ വിൽപ്പനയായി വർദ്ധിപ്പിക്കണം. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. 3ാമത്തെ നിബന്ധന, ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൂടി ഈ കാറിലേക്ക് ചേർക്കണം. അതിന് 25% പാർട്സുകൾ ദേശീയമായി നിർമ്മിച്ചതായിരിക്കണം, ഭാരതത്തിൽ നിർമ്മിച്ചതായിരിക്കണം. അടുത്ത 2 വർഷം കഴിഞ്ഞ്, അതായത് 4ാം വർഷം വരുമ്പോഴേക്കും അങ്ങനെ നിർമ്മിക്കുന്ന ഓരോ കാറിന്റെയും 50% പാർട്സുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. ഇതാണ് അടുത്ത നിബന്ധന. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി ഈ തീരുവ ഇളവിൽ ഉണ്ടായ നഷ്ടം ഭാരതത്തിന് അതിനേക്കാൾ കൂടുതൽ ലാഭകരമായി മാറും. കാരണം സ്വദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലുള്ള 10,000-കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച് ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവരുടെ നിർമ്മാണവും മുതൽ മുടക്കും ഇന്ത്യയിൽ കൂടുതൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നു. ആഗോള തലത്തിലുള്ള കാർ നിർമ്മാണ മേഖലയിൽ ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളെയും പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് വരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഈ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് കൂടി കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് 2025 ആരംഭിച്ചാൽ 2028 അവസാനിക്കുമ്പോഴേക്കും കാർ നിർമ്മാണ രംഗത്തെ ആഗോള ഭീമനായി ഭാരതം മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് 30 ലക്ഷത്തിന് മുകളിൽ 3 കോടി രൂപ വരെ വിലയുള്ള കാറുകൾ, അതിന്റെ ഇറക്കുമതി തീരുവ എന്നുള്ളത് പഴയപടി 100-110% തന്നെ തുടരും. 30 ലക്ഷത്തിന് താഴെ വിലയുള്ള കാറുകൾക്ക് മാത്രമാണ് ഇറക്കുമതി തീരുവയിൽ ഈ പറഞ്ഞ ഇളവുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതായത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും നികുതിപരമായിട്ടുള്ള ഘടനയുടെ കാര്യത്തിലും അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ മേഖലയിലും സ്വദേശി ആയിട്ടുള്ള ഇന്ത്യയുടെ കമ്പനികളുടെ ഉൽപാദന വർധനവിന്റെ കാര്യത്തിലും ഖജനാവിലേക്കുള്ള നികുതി വരുമാനത്തിന്റെ കാര്യത്തിലും വളരെയേറെ ആസൂത്രിതമായ കണക്കുകൂട്ടലുകൾക്ക് ശേഷം ഭാരതത്തിന് വളരെയേറെ പ്രയോജനം ലഭിക്കുന്ന ഒരു കരാറാണ്, ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഇളവുകൾ എല്ലാ കാലത്തും കിട്ടുകയില്ല. ഈ ഒരൊറ്റ വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന കമ്പനികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഇളവ് കിട്ടുക എന്ന് പറയുമ്പോൾ, ലോകത്തുള്ള എല്ലാ കാർ നിർമ്മാതാക്കളെയും അടുത്ത 12 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ള തന്ത്രപരമായ നീക്കവും ഇതിന്റെ പിന്നിലുണ്ട്. അതിവേഗത്തിൽ ലോക കാർ വിപണിയെ ഭാരതം പിടിച്ചെടുക്കാനും ലോക കാർ നിർമ്മാതാക്കളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനും ചൈനയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാനുഫാക്ചറിംഗ് ആ ഹബിനെ ഭാരതത്തിലേക്ക് പറിച്ചു നടാനുമുള്ള തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ് ഇത്. ഇതിൽ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്, ലോകത്തുള്ള എല്ലാ കാർ നിർമ്മാതാക്കളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭാരതത്തിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്ത് ഇന്ത്യയിൽ ഒരു വലിയ മത്സരമാണ് അടുത്ത 3 വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തുള്ള എല്ലാ കാർ നിർമ്മാതാക്കളോടുമൊപ്പം തദ്ദേശീയമായിട്ടുള്ള, ഇപ്പൊ ടാറ്റയും മഹീന്ദ്രയും അടക്കമുള്ള ധാരാളം കമ്പനികൾ ഇന്ത്യയിൽ തദ്ദേശീയമായി കാർ നിർമ്മാണ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ നിർമ്മാണ വൈദഗ്ധ്യവും
മാർക്കറ്റിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ആഗോള മാർക്കറ്റിലേക്ക് കടന്നു വരാനുള്ള അവസരവും എന്നുള്ള നിലയിൽ ഈ ഒരു നയം, കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നയം ഇന്ത്യയിലെ കാർ ഇൻഡസ്ട്രിയെ ലോക നേതൃത്വത്തിലേക്ക് ഭാരതത്തെ ഉയർത്താൻ, അതായത് കാർ നിർമ്മാണത്തിന്റെ ആഗോള നേതൃത്വത്തിലേക്ക് ഭാരതത്തെ ഉയർത്താൻ പര്യാപ്തമായ നയപരമായ ഒരു തീരുമാനമാണ്. സർ, മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ലോകത്ത് മൂന്നാം സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒരു വിലങ്ങുതടിയാകുമോ, അതോ അതൊരു നല്ല ഉദ്ദേശത്തോടെ നടപ്പിലാകുമോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യമാണ് ഇപ്പോ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോവാം. അതായത് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നികുതി വരുമാനം കുറയുന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുക. അത് സത്യമാണ് താനും, അത് ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആകർഷണീയമായിട്ടുള്ള ഓഫറുകൾ നോക്കൂ. ആ ഓഫറുകളിൽ ഇന്ത്യയിലെ കാർ നിർമ്മാണത്തിൽ ഓരോ വർഷവും വരുത്തേണ്ട പുരോഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. കേവലം 4150 കോടി രൂപ മുടക്കാനുള്ള ഏതൊരു ബഹുരാഷ്ട്ര കമ്പനിക്കും ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ പ്ലാന്റ് തുടങ്ങാം. 4150 കോടി എന്ന് പറയുമ്പം ഇന്ത്യൻ രൂപയിൽ വലുതാണെങ്കിലും അമേരിക്കൻ ഡോളറിൽ അത് വളരെ ചെറുതാണ്. അവർക്ക് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇത് തുടങ്ങാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് 2500 കോടി രൂപയുടെ വിൽപ്പന നേടണം. 4 വർഷം കൊണ്ട് 5000 കോടിയും 5 വർഷം കൊണ്ട് 7500 കോടി വിൽപ്പന നേടണമെന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ഈ ഇറക്കുമതി തീരുവ കുറച്ചതിന്റെ മറുവശം കിടപ്പുണ്ട്. അതായത് അടുത്ത 5 വർഷം കൊണ്ട് 7500 കോടിയുടെ വിൽപ്പന നേടണം, അത് വിദേശത്തായാലും സ്വദേശത്തായാലും എന്ന് പറയുമ്പോൾ അതിന്റെ തീരുവ, അതിന്റെ നികുതി വരുമ്പോൾ ഈ കുറച്ച ഇറക്കുമതി തീരുവയേക്കാൾ കൂടുതൽ വരുന്നത്, കൂടുതൽ മാത്രമല്ല ഏതാണ്ട് ഇരട്ടിയിലധികം വരും. അപ്പൊ ഇതൊരു വലിയ ലാഭമാണ്. ഇതുകൂടാതെ മറ്റൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. 30 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള കാറുകൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ പഴയതുപോലെ 110% ഇറക്കുമതി തീരുവ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കാര്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഈ 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ് കുറെ കൂടി വേഗതയിലാവുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. തീർച്ചയായും ആഗോള കാർ നിർമ്മാതാക്കളാവുക എന്നുള്ള ഇന്ത്യയുടെ ലക്ഷ്യം കൂടിയാണ് ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ഇന്ത്യയിൽ ആകർഷിക്കുന്നു എന്നുള്ളത്. ഈ രീതിയിലേക്ക് ഇന്ത്യ ഒരു ചുവടുവയ്പ് നടത്തുമ്പോൾ ലോകത്തുള്ള ഭീമന്മാരായ കാർ നിർമ്മാതാക്കൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് വരുമെന്ന കാര്യവും ഉറപ്പാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.